സുഖകരമായ ഒരു കുളിക്ക് നമ്മളിൽ പലരും ഇളം ചൂടുള്ള വെള്ളമാണ് ഇഷ്ടപ്പെടുന്നത്. ശാരീരികവും മാനസികവുമായ ഘടകങ്ങൾ കാരണം ഇളം ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതായി തോന്നും. ചൂട് പേശികളെ വിശ്രമിക്കാനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനും ഉറക്കം വരാനുമൊക്കെ സഹായിക്കും. നല്ല രക്തചംക്രമണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ചർമ്മത്തിൻ്റെ സ്വാഭാവികത നിലനിർത്തുന്നതിനും ചർമ്മത്തിലും രക്തസമ്മർദ്ദത്തിലും ചൂടുവെള്ളത്തിൻ്റെ പ്രതികൂല ഫലങ്ങൾ ഒഴിവാക്കുന്നതിനുമായി ഇളം ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുന്നത് ഗുണം ചെയ്യും. ഇത് വരൾച്ച, വീക്കം, രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കൽ എന്നിവയിലൊക്കെ നയിക്കും. ഇളം ചൂടുള്ള വെള്ളം താപനില സന്തുലിതമാക്കും, രക്തസമ്മർദ്ദം നിയന്ത്രിക്കും, ആരോഗ്യകരമായ ചർമ്മത്തിനും മൊത്തത്തിലുള്ള ക്ഷേമത്തിനും സംഭാവന നൽകുന്നതാണ്. എന്നിരുന്നാലും പുതിയ പഠനങ്ങൾ അനുസരിച്ച് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് നിരവധി ഗുണങ്ങളുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. എന്താണ് ഈ കോൾഡ് തെറാപ്പി എന്ന് നോക്കാം. തണുത്ത വെള്ളത്തിൽ മുങ്ങുന്ന രീതിയാണ് കോൾഡ് തെറാപ്പി. പുരാതന ഗ്രീസിലാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയപ്പെടുന്നു. പ്രധാനമായും വിശ്രമത്തിനും സാമൂഹികവൽക്കരണത്തിനും വേണ്ടിയായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത്. അഡ്വാൻസ് ബയോളജിയിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണം അനുസരിച്ച് തണുത്ത വെള്ളത്തിൽ മുങ്ങുന്നത് കോശങ്ങളുടെ സമ്മർദ്ദ പ്രതികരണത്തെ വേഗത്തിൽ മാറ്റുന്നു. കൂടാതെ സാധ്യതയുള്ള പോസിറ്റീവ് രീതികളിലെല്ലാം ഇത് മാറും. കാനഡയിലെ ഒറ്റാവ സർവകലാശാലയിലെ പഠന ഗവേഷകർ ആരോഗ്യമുള്ള 10 ചെറുപ്പക്കാരെ ലാബിൽ ദിവസവും 1 മണിക്കൂർ തണുത്ത വെള്ളത്തിൽ മുക്കി അവരുടെ ശരീരം സെല്ലുലാർ തലത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നളക്കാൻ രക്തസാമ്പിളുകൾ ഉപയോഗിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ആരോഗ്യകരമായ സെൽ റീസൈക്ലിംഗ് പ്രക്രിയ ഓട്ടോഫാഗി മെച്ചപ്പെട്ടതായി ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. കൂടാതെ തുടക്കത്തിൽ തന്നെ ഉയർന്ന നിലയിലായ പ്രോഗ്രാം ചെയ്ത സെൽ ഡെത്തിൻ്റെയും വീക്കത്തിൻ്റെയും ലക്ഷണങ്ങൾ കുറഞ്ഞു. ഹ്യൂമൻ ആൻഡ് എൻവയോൺമെൻ്റൽ ഫിസിയോളജി റിസർച്ച് ലാബിൽ നടത്തിയ അഡ്വാൻസ് ബയോളജിയിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനത്തിൽ ആവർത്തിച്ചുള്ള തണുപ്പ് എക്സ്പോഷർ ഓട്ടോഫാജിക് ഫംഗ്ഷനെ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നുവെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് കോശങ്ങളിലെ സമ്മർദ്ദം നന്നായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഒരു സെല്ലുലാർ സംരക്ഷണ സംവിധാനമാണ്. ആരോഗ്യത്തിനും ദീർഘായുസ്സിനും ഇത് പ്രധാന സ്വാധീനം ചെലുത്തും. തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന സമ്മർദ്ദ പ്രതികരണം രോഗപ്രതിരോധ സംവിധാനത്തെ സാരമായി ബാധിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. തണുത്ത വെള്ളത്തിൽ പതിവായി കുളിക്കുന്നത് ശ്വാസകോശ അണുബാധ 40% കുറയ്ക്കുമെന്നും ഈ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് നമ്മുടെ മെറ്റാബോളിസം മെച്ചപ്പെടുത്താൻ സഹായിക്കും. തണുത്ത വെള്ളവുമായി സമ്പർക്കം പുലർത്തുന്നതിലൂടെ ഉണ്ടാകുന്ന താപസമ്മർദ്ദം നമ്മുടെ മെറ്റാബോളിസം വർദ്ധിപ്പിക്കുന്നതിനും രക്തത്തിലെ ഗ്ലൂക്കോസും കൊഴുപ്പ് തന്മാത്രകളും തകർക്കുന്നതിന് കാരണമാകും. 45-നും 59-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ, തണുത്ത വെള്ളത്തിൽ നീന്തിയ മെനാപോസൽ സ്ത്രീകൾ, മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ, ശരീരത്തിലുണ്ടാകുന്ന ഊഷ്മ വ്യതിയാനങ്ങൾ, മറ്റ് ആർത്തവ വിരാമ ലക്ഷണങ്ങൾ എന്നിവയിലെല്ലാം ഗണ്യമായ പുരോഗതി അനുഭവപ്പെട്ടതായും പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തണുത്ത ഷവറിന് പകരം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യുന്ന ചില സന്ദർഭങ്ങളുമുണ്ട്. തണുത്ത ഷവർ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് വിഷാദ രോഗലക്ഷണങ്ങളെ മെച്ചപ്പെടുത്തുമെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അവ ഉറക്കമില്ലായ്മ പരിഹരിക്കാനും ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.